അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ചമ്പത് റായിയുടെ രാജി സ്ഥിരീകരിക്കാതെ ക്ഷേത്രം ട്രസ്റ്റും വിശ്വ ഹിന്ദു പരിഷത്തും. ചമ്പത് റായി രാജി വെച്ചില്ല എന്ന് ട്രസ്റ്റ് അംഗം മഹന്ത് ദിനേന്ദ്രദാസിന്റെ പ്രതികരണമുണ്ട്. അതാദ്യം. ചമ്പത് റായിക്കെതിരെ എഫ്ഐആർ എടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിഷ്ണുപ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. വിഷ്ണു, എന്തായാലും ഈ വൻകൊള്ള സംബന്ധിച്ച് ചമ്പത് റായിയെ സംരക്ഷിക്കുന്ന സമീപനം തുടക്കത്തിൽ ഉണ്ടായി. ഇപ്പോൾ ഈ മറ്റ് സംഘടനകളൊക്കെ തന്നെ എതിർപ്പ് അറിയിക്കുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്ത് നിന്നും ഈ രാജ്യം സംബന്ധിച്ച് എന്താണൊരു വിശദീകരണം വരാതെ പോകുന്നത്? അതും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ. എന്താണ് വിവരങ്ങൾ? അതായത് ചമ്പത് റായി, അനിൽ മിശ്ര, ഈ രണ്ട് പേരുകളാണ് ഈ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ തലവേദനയായി BJPക്കും RSSനും എല്ലാം ഉള്ളത്. RSS ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ചമ്പത് റായി ഈ സ്ഥാനത്ത് തുടരുന്നതിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ മുതൽ ഇങ്ങനെ കൊള്ള പോയതിന് വലിയ വിമർശനം ദിനേന്ദ്രദാസിന്റെ വിശദീകരണം ഉണ്ട്. അതുകൂടി ഒന്ന് കേട്ട ശേഷം വരാം. किसी कारण से इस्तीफा देना भी ठीक नहीं है, क्योंकि लेन देन करने में चंपत റായി कोई कमी थी ही नहीं. अब बोलने वाले बोलते रहे, लेकिन हम है ही नहीं तो बोलते रहे लोग. इस्तीफा देना भी उनको उचित है भी नहीं. വിഷ്ണു, ഇത് രാജിവെച്ചില്ല, ഇത് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളിലൊക്കെയാണ്. സംഘടനയുടെ ഭാരവാഹിയാണ്. മാത്രമല്ല ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ആൾ. ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കെതിരെ ആരോപണം ബലപ്പെടുമ്പോൾ ഇതിലൊരു വിശദീകരണം നൽകാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് കോൺഗ്രസ് അടക്കം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കേസിന്റെ നടപടികൾ വരുന്നില്ല. എന്താണ് മനസ്സിലാക്കുന്നത്? പ്രേക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായവരെല്ലാം തന്നെ തൊഴിലാളികളാണ്. ഇതുവരെ ട്രസ്റ്റിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്ന പ്രധാനപ്പെട്ട നേതാക്കളോ ആരും തന്നെ പിടിയിലായിട്ടുമില്ല. അവർക്കെതിരെ യാതൊരു നടപടിയും ആരംഭിച്ചിട്ടുമില്ല. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ വിമർശനം ശക്തമാക്കിയത്. ചമ്പത് റായിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് കടന്നുപോയി. ദൈവത്തിന്റെ മുതൽ കൊള്ളയടിച്ചു തുടങ്ങിയ വിമർശനങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ BJPക്കും RSSനും എതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ വിഷയത്തിൽ ചമ്പത് റായിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം രാജിവെച്ചിട്ടില്ല, അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണ് എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ട്രസ്റ്റ് ഇന്നലെ പറഞ്ഞത് ധാർമ്മികവുമായി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചമ്പത് റായി മാറി നിൽക്കുന്നു എന്നാണ്. എന്തായാലും ബലത്തിൽ ചമ്പത് റായി ഇപ്പോൾ ട്രസ്റ്റിന്റെ കാര്യങ്ങളിൽ ഇടപെടാതെ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതൊരു രാജിയല്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. സ്വാഭാവികമായും BJPക്ക് ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം BJP അയോധ്യയിലെ രാമക്ഷേത്രം എന്ന വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ നേരിട്ടതും അതിൻ്റെ പ്രചരണം നടത്തിയതും അതിൻ്റെ രാഷ്ട്രീയ ലാഭം നേടിയതുമെല്ലാം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു മോഷണം അല്ലെങ്കിൽ ഒരു കൊള്ള എന്ന് പറയുന്നത് BJPക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലും. ഇപ്പോൾ എന്തായാലും സ്പെഷ്യൽ അന്വേഷണ സംഘം, അതായത് പ്രത്യേക അന്വേഷണ സംഘവും പോലീസും ഇതിന് പിന്നാലെ തന്നെ ഉണ്ടെങ്കിലും ഈ ചമ്പത് റായി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഈ ഹിന്ദു സംഘടനകൾ കടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചമ്പത് റായി സ്ഥാനം രാജിവെച്ചിട്ടില്ല, അനിൽ മിശ്ര സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് VHP. അതേസമയം തന്നെ ഈ മാറി നിൽക്കുന്നു എന്ന് പിന്നെ ട്രസ്റ്റ് പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് എന്ന ചോദ്യമാണ് പിന്നെ ബാക്കിയാകുന്നത്. ചമ്പത് റായി ആ സ്ഥാനത്ത് തുടരുമ്പോൾ കുറ്റമറ്റ രീതിയിൽ ഒരു അന്വേഷണം നടക്കുക എന്നത് അസാധ്യമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നത്. ഇതുവരെയും പോലീസിന്റെ അന്വേഷണം കടന്നു ചെല്ലാത്ത നിരവധി മേഖലകളുണ്ട്. അതായത് ഈ പറയുന്നത് പോലെയുള്ള മുതിർന്ന നേതാക്കളും ഭാരവാഹികളും ഉൾപ്പെട്ട കൊള്ളയിലേക്കൊന്നും തന്നെ ഈ അന്വേഷണം കടന്നു ചെന്നിട്ടില്ല. പകരം ദൈനംദിന വരുമാനത്തിലെ കൊള്ള മാത്രമാണ് അന്വേഷിച്ചിട്ടുള്ളത് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അയോധ്യ രാമക്ഷേത്രത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ കേസുകളിലേക്കും കടക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം സ്ഥിരീകരിക്കുന്നില്ല ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും വിശ്വ ഹിന്ദു പരിഷത്തും എന്നുള്ളതാണ്.